വിശുദ്ധ കുർബാന സ്ഥാപന ദിനമായ ഈ പുണ്യദിനത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ടുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു. ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. പെസഹ വ്യാഴമായി ഇന്ന് ഈശോ തന്റെ പെസഹ ആചരിച്ചതിനെ കുറിച്ചാണ് തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടത്. ഈ പെസഹ വ്യാഴം നമ്മുടെ ചിന്തയെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഈശോയുടെ വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ആ വലിയ സജ്ജീകൃതമായ മാളിക മുറിയിലാണ്. സ്വർഗം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന. നിത്യപുരോഹിതനായ ഈശോയുടെ ദാസന്മാരായ എല്ലാ വൈദികരെയും ഈ ദിനത്തില് സ്നേഹത്തോടെ ഓർത്ത് സ്വർഗത്തിന് നമുക്ക് അവർക്ക് വേണ്ടി നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. ഈ പെസഹ ആചരണത്തിന്റെ ധന്യമുഹൂർത്തത്തിലേക്ക് നമ്മളും കടന്നെത്തി നിൽക്കുകയാണ്. 50 ദിനങ്ങളായി പ്രാർത്ഥിച്ചും പരിത്യാഗങ്ങൾ ചെയ്തും ആത്മനിയന്ത്രണം സ്വീകരിച്ചും നാമം വലിയ ഒരുക്കത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈശോ തന്റെ പെസഹ ആചരിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി ഉണ്ട് എന്നുള്ളതാണ്. ഈശോ പെസഹ ആചരിക്കുന്നതിന് ഔദാര്യമായി ആരുടെയോ ഒരു വലിയ മാളിക മുറി സ്വീകരിക്കുന്നു. സജ്ജീകൃതമായ ഒരു മാളിക മുറി. ആ മുറിയില് ആത്മസമർപ്പണത്തിന്റെ സുഗന്ധമുണ്ട്. സമ്പൂർണമായി ദൈവഹിതത്തിന് വിട്ടുകൊടുത്തതിന്റെ തിരികള് തെളിഞ്ഞു നിൽപ്പുണ്ട്. ആത്മപരിത്യാഗത്തിന്റെ വലിയ പ്രകമ്പനങ്ങള് ആ മുറിയില് നമുക്ക് കേൾക്കാനാവും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനത്തില് ഇപ്രകാരം നാം വായിക്കുന്നുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ സജ്ജീകൃതമായ മുറി എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ട നമ്മുടെ ഹൃദയമാണ്. ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും സുഗന്ധപൂരിതമായ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി. അനുരഞ്ജനത്തിലൂടെ, ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ആ തിരികളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമായിരിക്കണം നാമം ഒരുക്കുന്ന നമ്മുടെ പെസഹ ആചരണത്തിന്റെ മുറി. എല്ലാവരെയും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും പരിഗണിക്കുവാനുമുള്ള ഹൃദയ വിശാലതയും ഹൃദയ ശാന്തതയും വിനയവും നിറഞ്ഞു നിൽക്കണം, അലങ്കാരമായി ആ മുറിയിലുണ്ടായിരിക്കണം. ഈ അവസരത്തില് നമുക്കും നമ്മുടെ ഹൃദയത്തില് ഒരു ധ്യാന ചിന്ത സൂക്ഷിക്കാം. പെസഹ ആചരിക്കുന്നതിനായി ഏറ്റവും അടുത്തൊരുങ്ങിയിരിക്കുന്ന ഞാൻ എൻ്റെ ആ മാളിക മുറി എപ്രകാരം സജ്ജീകരിച്ചിരിക്കുന്നു? ബാഹ്യ ഒരുക്കങ്ങളായ ഉപവാസവും മാംസവർജനവും അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജനങ്ങൾ കൊണ്ട് മാത്രമാണോ ഞാനും ഒരുങ്ങിയിരിക്കുന്നത്? എങ്കിൽ അതിൻ്റെ പുറം മാത്രമേ ഒരുക്കപ്പെട്ടിട്ടുള്ളൂ. ആന്തരികതയില്, ആത്മീയതയില് ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഈശോയുടെ പെസഹായുടെ ആ ആചരണ മുറിയിലേക്ക് കടന്നു ചെല്ലാം. അവിടെയുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയോടും അവിടുത്തെ വത്സര ശിഷ്യരോടും ചേർന്ന് നമുക്കും നിൽക്കാം. അവിടുന്ന് ആരംഭിക്കുന്ന മനുഷ്യ പാപ പരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട എന്നേക്കുമുള്ള ആ ഏക ബലിയുടെ അനുസ്മരണത്തില് പങ്കുകൊള്ളുവാൻ നാമും യോഗ്യരാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ പെസഹ ആചരണം നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായി ഒരുക്കുന്ന, ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും ഒരുക്കുന്ന ഒരാചരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.